ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു പോയിൻ്റാണ് ഈ കാലയളവിൽ നമ്മളെ മാധ്യമങ്ങളൊക്കെ ആരുടെ പിറകെയാണ്, എന്താണ് നമ്മളെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. ജനത്തിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ആർക്കും നേരമില്ല. അവരവരുടെ TRP റേറ്റും അവർക്ക് അവരുടെ വ്യൂസ് കൂട്ടാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കോൺഗ്രസിനോട് ചോദിക്കുന്ന അല്ലെങ്കിൽ UDFിനോട് ചോദിക്കുന്ന, പ്രതിപക്ഷത്തിനോട് ചോദിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യം ഇന്ന് മുഖ്യമന്ത്രിനോടോ പ്രധാനമന്ത്രിനോടോ ചോദിക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ? മാധ്യമങ്ങൾക്ക് ധൈര്യമില്ലാത്തത് ജനങ്ങളായ നമുക്ക് ധൈര്യമുണ്ടോ? ധൈര്യം കാണില്ല. കടക്ക് പുറത്തെന്ന് പറയാനും അവർ സംസാരിക്കുന്ന മൈക്കുകൾ ഓഫായാൽ അതിനെതിരെ കേസെടുക്കാനുമാണ് ഇവരുടെ വ്യഗ്രത. നമ്മൾ മനസ്സിലാക്കി ജനാധിപത്യം എങ്ങോട്ടാണ്. ഇതാരും ബ്ലെയിം ചെയ്യാനോ ഒന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏകാധിപതികൾ വരും, നമ്മുടെ ജനാധിപത്യം നശിച്ചു പോകും. ജനങ്ങളാകുന്ന നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ഭരിക്കുന്ന ആളുകളോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുക. സത്യത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആളുകളാണ്. ഇതിപ്പോൾ അവർക്ക് വേണ്ടി ഭരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുന്ന കാലങ്ങൾ എങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തടയണം. നമ്മൾ നമ്മുടെ വോട്ടിങ്ങിലൂടെ തടയണം. ഇവരെ നമ്മൾ ബഹിഷ്കരിക്കണം.